ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വക വെരി ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഓൾസോ ഐ പ്രേ ദാറ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ലിവിങ് അക്രോസ് ദിസ് വേൾഡ് is having a beautiful new year, and also they will have a beautiful year ahead without any miseries and troubles. നമുക്കറിയാം, കഴിഞ്ഞ 2024 എന്ന് പറയുന്നത് ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വർഷമാണ്. കാരണം നമുക്ക് പേഴ്സണലി കുറേ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് കാണും. പക്ഷേ അതല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുള്ളതാണ്. കാരണം കുറേ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ നമുക്ക് ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും ആത്മാവിനൊരു നിത്യശാന്തി കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വർഷം ആഗ്രഹിക്കാം, 2025 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജാനുവരിയിലെ ഫസ്റ്റ് വീഡിയോ, ജാനുവരിയിലെ മാത്രമല്ല 2025 ഫസ്റ്റ് വീഡിയോ ആണ്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ വി ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഈ ഒരു ജാനുവരി ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻഫർമേറ്റീവ് കണ്ടൻറ്റോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. സോ ടുഡേയ്സ് ടോപ്പിക് ഫോർ ദ വീഡിയോ ഈസ് ജാനുവരി. നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്, ജനുവരിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മളിൽ പലർക്കും ജാനുവരി എന്ന് പറയുന്നത് ഒരു മാസം എന്നതിനപ്പുറമായിട്ട് വലിയ അറിവ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. ജാനുവരി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ മാസമാണ്. അപ്പോൾ പക്ഷേ ഈ ജാനുവരി എന്ന് പറയുന്ന മാസത്തിന് ജാനുവരി എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ജാനുവരി എന്ന് പറയുന്ന പേര് വരുന്നത്, അല്ലെങ്കിൽ അതൊരു പേര് ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ പേര് ഒറിജിനേറ്റ് ആവുന്നത് റോമൻ ഗോഡ് ഓഫ് ജെയിനസിൽ നിന്നാണ്. റോമൻ ഗോഡ് ഓഫ് ജെയിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ട്രാൻസിഷൻസ്, ഗോഡ് ഓഫ് ന്യൂ ബിഗിനിങ്സ്, ഗോഡ് ഓഫ് ഡ്യുവാലിറ്റി എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ദൈവത്തിൻ്റെ പേരിൽ നിന്നാണ് ജാനുവരി എന്ന് പറഞ്ഞ പേര് ഉണ്ടായിട്ടുള്ളത്. ജാനുവരി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർഷത്തിലെ ആദ്യത്തെ മാസമാണ്. അപ്പോൾ ഈ ഒരു ദൈവത്തിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഹീസ് ദ ഗോഡ് ഓഫ് ന്യൂ ബിഗിനിങ്സ് എന്ന് പറഞ്ഞു. അതായത് പുതിയ തുടക്കങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ ഗോഡ് ഓഫ് ട്രാൻസിഷൻസ്, ഒരു ചേഞ്ചിൻ്റെ ദൈവം, അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഡ്യുവാലിറ്റി. ആ ഡ്യുവാലിറ്റിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മീനിങ് ഒന്നിച്ചു വരുന്ന രീതിയിലാണ് ജാനുവരി എന്ന് പറയുന്ന മന്തിന് പേര് വന്നിട്ടുള്ളത്. ഗോഡ് ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞു. ഗോഡ് ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയാൻ കാരണം റോമൻ ഗോഡ് ഓഫ് ജെയിനസ് ഇസ് എ ടു ഫേസ്ഡ് ഗോഡ്. അതായത് രണ്ട് മുഖങ്ങളുണ്ട്. അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ കാര്യം സൂചിപ്പിക്കുന്ന ഫോട്ടോ ഞാനിവിടെ എവിടെയെങ്കിലും, റോമൻ ഗോഡ് ഓഫ് ജെയിനസിൻ്റെ ഫോട്ടോ ഞാനിവിടെ എവിടെയെങ്കിലും സ്ക്രീനിൽ കാണിക്കാം. ഈ ഒരു ടു ഫേസസ് സിംബലൈസ് ചെയ്യുന്നത് വൺ ഇസ് ടു ദ പാസ്റ്റ് ആൻഡ് വൺ ഇസ് ടു ദ ഫ്യൂച്ചർ. അത് തന്നെയല്ലേ നമ്മുടെ ഈ ഒരു ജാനുവരി മന്തിൽ നമ്മൾ നോക്കുന്നത്. ജാനുവരിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസംബർ വരെ നമ്മുടെ പാസ്റ്റാണ്, കഴിഞ്ഞ ഒരു വർഷത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് പഠിച്ച ലെസൺസ് ആയിരിക്കാം, നമുക്ക് കിട്ടിയ മോട്ടിവേഷൻസ് ആയിരിക്കാം, നമുക്കുണ്ടായിട്ടുള്ള പെയിൻസ് ആയിരിക്കാം, നമുക്കുണ്ടായിട്ടുള്ള ഹാപ്പിനെസ് ആയിരിക്കാം. അതിൽ നിന്നൊക്കെയുള്ള ഒരു എനർജി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിലത്തേക്കുള്ള ഒരു എൻതൂസിയാസമാണ് ശരിക്കും നമ്മൾ ജാനുവരി മന്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സോ ഇതുകൊണ്ടാണ്, ഈ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു മാസത്തിന് ജാനുവരി എന്ന് പേര് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ജാനുവരിയിലെ കുറച്ച് ഡേയ്സ് നോക്കാം. ആദ്യം തന്നെ ജാനുവരി 1, ഓഫ് കോഴ്സ് ദ ന്യൂ ബിഗിനിങ് ഓഫ് ദ ഇയർ എന്നുള്ള ഒരു ടൈറ്റിൽ ഓൾറെഡി ജാനുവരി 1 അതല്ലാതെ ജാനുവരി 1 മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ 1863 ജാനുവരി 1 അബ്രഹാം ലിങ്കൺ ഡിക്ലെയർ ദ ഫ്രീഡം ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ജാനുവരി 1 ഗ്ലോബൽ ഫാമിലി ഡേ എന്നുള്ളൊരു ടൈറ്റിലും കൂടെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ജാനുവരി 1 പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയുള്ളത് ജാനുവരി 2 പ്രത്യേകതയാണ്. ജാനുവരി 2 എന്ന് പറയുന്നത് വേൾഡ് ഇൻട്രോവേർട്സ് ഡേ ആണ്. ജാനുവരി 3 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ഡേ ആണ്. പിന്നീട് വരുന്ന ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ജാനുവരി 26 എന്ന് പറയുന്നതാണ്. ജാനുവരി 26 എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് നമ്മൾ ജാനുവരി 26 കാണുന്നത്. ഓസ്ട്രേലിയ ഡേ എന്നൊരു ടൈറ്റിൽ കൂടെ ഉണ്ട് ജാനുവരി 26. അതല്ലാതെ മറ്റൊരു ടൈറ്റിലും കൂടെ ജാനുവരി 26 ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി, അങ്ങനെ ഒരു ടൈറ്റിലും കൂടെ ജാനുവരി 26 ലഭിച്ചിട്ടുണ്ട്. ചെറിയ പീസ് ഓഫ് ഇൻഫർമേഷൻ കൂടെ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജനുവരി മാസത്തിൽ ബർത്ത്ഡേയ്സ് വരുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകളും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ഒന്നാമത്തേത് ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൻ്റെ ബർത്ത്ഡേ വരുന്നതും ജാനുവരി മന്തിലാണ്. Then second one is Martin Luther King Jr. Third one, Benjamin Franklin. And fourth one, Virginia Woolf.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ജാനുവരിയെ പറ്റി കുറച്ച് അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.